Measure the crankshaft journal for wear, taper and ovality. Checking crankshaft for fillet, radius, bend and twist. ഹലോ, എൻ്റെ പേര് ജ്യോതിലക്ഷ്മി. ഇന്നത്തെ സെഷനിലേക്ക് നിങ്ങളുടെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതിൽ നമ്മൾ ക്രാങ്ക്ഷാഫ്റ്റ് ജേർണലിന്റെ വെയർ, ടേപ്പർ, ഒവാലിറ്റി എന്നിവ അളക്കുന്നത് പഠിക്കാൻ പോകുന്നു. ഫില്ലറ്റ്, റാഡി, ബെൻഡ്, ട്വിസ്റ്റ് എന്നിവയ്ക്കായി ക്രാങ്ക്ഷാഫ്റ്റ് പരിശോധിക്കുന്നു. ഈ ഡെമോൺസ്ട്രേഷന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നത് ക്രാങ്ക്ഷാഫ്റ്റ് ജേർണൽ വെയർ, ടേപ്പർ, ഓവാലിറ്റി എന്നിവ അളക്കാൻ, ഫില്ലറ്റ്, റാഡിക്കായി ക്രാങ്ക്ഷാഫ്റ്റ് പരിശോധിക്കാൻ, ആവശ്യമായ ടൂളുകളും ഇൻസ്ട്രുമെന്റുകളും, ട്രെയിനിയുടെ ടൂൾ കിറ്റ് ഒരെണ്ണം, ഔട്ട്സൈഡ് മൈക്രോമീറ്റർ ഒരെണ്ണം, വി ബ്ലോക്ക് 2 എണ്ണം, മാഗ്നറ്റിക് ബേസ് ഉള്ള ഡയൽ ഗേജ് ഒരെണ്ണം. ആവശ്യമുള്ള മെറ്റീരിയലുകൾ: ട്രേ ഒരെണ്ണം, കോട്ടൺ തുണി, മണ്ണെണ്ണ, സോപ്പ് ഓയിൽ, ലൂബ് ഓയിൽ. ക്രാങ്ക്ഷാഫ്റ്റ് ജേർണലിന്റെ തേയ്മാനം പരിശോധിക്കാൻ ഔട്ട്സൈഡ് മൈക്രോമീറ്റർ ഉപയോഗിക്കുന്നു. ജേർണലുകളുടെ ടേപ്പറിനും മറ്റ് അളവുകൾക്കും വേണ്ടി എല്ലാ ഭാഗവും മുഴുവനായും പരിശോധിക്കുക. ജേർണലുകൾക്ക് അതിന്റെ മധ്യഭാഗത്തായോ എൻഡുകളിലായോ തേയ്മാനം ഉണ്ടാകുന്നു. 2 അതിലധികമോ വ്യത്യസ്ത പോയിന്റുകളിൽ റൗണ്ട്നെസ് പരിശോധിക്കുക. അവയ്ക്ക് സാധാരണയായി ഏറ്റവും കൂടുതൽ വെയർ ഇരിക്കുന്നത്. ക്രാങ്ക്ഷാഫ്റ്റ് ജേർണലിന്റെ ഡയമീറ്റർ അളക്കുക. എഞ്ചിൻ ബ്ലോക്കിൽ നിന്ന് ക്രാങ്ക്ഷാഫ്റ്റ് നീക്കം ചെയ്യുക. ക്ലീനിംഗ് സോൾവെന്റ് ഉപയോഗിച്ച് ക്രാങ്ക്ഷാഫ്റ്റ് അസംബ്ലി വൃത്തിയാക്കുക. കംപ്രസ് ചെയ്ത എയർ, ബനിയൻ ക്ലോത്ത് എന്നിവ ഉപയോഗിച്ച് ക്രാങ്ക്ഷാഫ്റ്റ് വൃത്തിയാക്കുക. ക്രാക്കുകൾ, പിറ്റുകൾ, സ്ക്രാച്ചുകൾ, റിഡ്ജുകൾ പോലുള്ള എന്തെങ്കിലും ഡാമേജുകൾക്കായി ക്രാങ്ക്ഷാഫ്റ്റ് നേരിട്ട് നോക്കി പരിശോധിക്കുക. സർഫസ് പ്ലേറ്റിൽ വി ബ്ലോക്കുകളുടെ സപ്പോർട്ടോടുകൂടി അളക്കുന്നതിനായി ക്രാങ്ക്ഷാഫ്റ്റ് വയ്ക്കുക. അളക്കാനുള്ള ജേർണലിന്റെ ഏകദേശ വലുപ്പം പരിശോധിക്കുക. ഔട്ട്സൈഡ് മൈക്രോമീറ്ററിന്റെ കറക്റ്റ് റേഞ്ച് തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന്, ക്രാങ്ക്ഷാഫ്റ്റ് ജേർണലിന്റെ അപ്രോക്സിമേറ്റ് സൈസ് 42 മില്ലിമീറ്റർ ആണ്. തുടർന്ന് 25 മുതൽ 50 വരെ മൈക്രോമീറ്റർ തിരഞ്ഞെടുക്കുക. അതിന്റെ ഇടതുവശത്തും മധ്യഭാഗത്തും വലതുവശത്തുമുള്ള ജേർണൽ ഡയമീറ്റർ അളക്കുക. മാക്സിമവും മിനിമവുമായ വാല്യൂവിലെ വ്യത്യാസം ക്രാങ്ക്ഷാഫ്റ്റ് ജേർണലിന്റെ കേടുപാടുകളെ സൂചിപ്പിക്കുന്നു. അതുപോലെ ക്രാങ്ക്ഷാഫ്റ്റ് ജേർണലിന്റെ 90 ഡിഗ്രി ഏകദേശം മധ്യഭാഗത്ത് പരസ്പരം അളക്കുക. വാല്യൂവിലുള്ള വ്യത്യാസം ഓവാലിറ്റിയെ സൂചിപ്പിക്കുന്നു. ടേപ്പറും ഓവാലിറ്റിയും നൽകിയിരിക്കുന്ന സ്പെസിഫിക് ലിമിറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ ക്രാങ്ക്ഷാഫ്റ്റ് അണ്ടർസൈസിനായി വീണ്ടും ഗ്രൈൻഡ് ചെയ്യണം. ക്രാങ്ക്ഷാഫ്റ്റ് മെയിൻ ജേർണലിനും ബെയറിംഗ് ഷെല്ലിനും ഇടയിലുള്ള ഓയിൽ ക്ലിയറൻസ് അളക്കുക. ക്രാങ്ക്ഷാഫ്റ്റ് ഇല്ലാതെ എഞ്ചിൻ ബ്ലോക്കിൽ ബെയറിംഗ് ക്യാപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുക. ബോൾട്ടുകൾ ഇൻസേർട്ട് ചെയ്ത് കൈകൊണ്ട് മുറുക്കുക. സർവീസ് മാനുവൽ അനുസരിച്ച് ടോർക്ക് റെഞ്ചിൽ കറക്റ്റ് ടോർക്ക് സെറ്റ് ചെയ്യുക. ഉദാഹരണത്തിന്, 4 സിലിണ്ടർ എഞ്ചിനുകൾക്ക് ടൈറ്റനിംഗ് ടോർക്ക് 55 ന്യൂട്ടൺ മീറ്റർ ആണ്. ശരിയായ ടോർക്ക് ഉപയോഗിച്ച് ബോൾട്ടുകൾ ടൈറ്റ് ചെയ്യുക. ഡയൽ ഗേജ് 00 ഉപയോഗിച്ച് ക്രാങ്ക്ഷാഫ്റ്റ് ബെയറിംഗ് ഡയമീറ്റർ അളക്കുക. എക്സ്റ്റൻഷൻ 3 പോയിന്റിൽ അളക്കുക. എ, ബി, സി കൂടാതെ ബി, സി എന്നിവയുടെ ആവറേജ് വാല്യൂ എയുടെ വാല്യൂവിനേക്കാൾ കുറവാണെങ്കിൽ ബിയുടെയും സിയുടെയും ആവറേജ് വാല്യൂ മീൻ വാല്യൂ ആണ്. എയുടെ വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ എയുടെ വാല്യൂ മീൻ വാല്യൂ ആണ്. ക്രാങ്ക്ഷാഫ്റ്റ് ജേർണലിലെയും ബെയറിംഗിലെയും വ്യത്യാസത്തെ ക്രാങ്ക്ഷാഫ്റ്റ് ഓയിൽ ക്ലിയറൻസ് എന്ന് വിളിക്കുന്നു. ഇത് സ്പെസിഫിക് ലിമിറ്റിൽ കൂടുതലാണെങ്കിൽ ബെയറിംഗ് ഷെല്ലുകൾ ചേഞ്ച് ചെയ്യുക. ഫില്ലറ്റ്, റേഡിക്കായി ക്രാങ്ക്ഷാഫ്റ്റ് പരിശോധിക്കുക. സർഫസ് ടേബിളിൽ 2 വി ബ്ലോക്കുകൾ വയ്ക്കുക. വി ബ്ലോക്കുകളിൽ ക്രാങ്ക്ഷാഫ്റ്റ് വയ്ക്കുക. വി ബ്ലോക്കിന്റെ ഇരുവശത്തും ഷാഫ്റ്റ് അതിന്റെ ടോട്ടൽ ലെങ്ത്തിന്റെ 1/10 കൂടുതൽ കവിയാത്ത വിധത്തിൽ ബ്ലോക്കുകൾ തമ്മിലുള്ള ദൂരം സെറ്റ് ചെയ്യുക. സർഫസ് ടേബിളിൽ മാഗ്നറ്റിക് ബേസ് ഉള്ള ഡയൽ ഇൻഡിക്കേറ്റർ വയ്ക്കുക. കൈകൊണ്ട് ഷാഫ്റ്റ് തിരിക്കുക. സൂചിയുടെ വ്യതിചലനം രേഖപ്പെടുത്തുക. ഇത് മധ്യഭാഗത്ത് ഷാഫ്റ്റിന്റെ ബെൻഡ് സൂചിപ്പിക്കും. മുകളിലെ ഘട്ടങ്ങൾ 3 സ്ഥലങ്ങളിൽ ആവർത്തിക്കുക. അങ്ങനെ ഷാഫ്റ്റിന്റെ മുഴുവൻ ലെങ്തും കവർ ചെയ്യുക. പ്രധാന കണക്റ്റിംഗ് റോഡ് ജേർണലുകളുടെ ഫില്ലറ്റ് റേഡി പരിശോധിക്കുക.
എല്ലാ സ്ഥലങ്ങളിലെയും മാക്സിമം ബെൻഡ് രേഖപ്പെടുത്തുക. നമ്മൾ സെഷനിന്റെ അവസാനത്തിൽ എത്തിയിരിക്കുന്നു. അങ്ങനെ ക്രാങ്ക് ഷാഫ്റ്റ്, ജേർണൽ, വെയർ, ടേപ്പർ, ഒവാലിറ്റി എന്നിവ അളക്കാനും ഫില്ലറ്റ് റേഡിയസിനായി ക്രാങ്ക് ഷാഫ്റ്റ് പരിശോധിക്കാനും നമ്മൾ പഠിച്ചു. ഈ കാര്യത്തിൽ നിങ്ങൾക്ക് വ്യക്തതയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഇൻസ്ട്രക്ടറുടെ സഹായത്തോടെ ഈ എക്സസൈസ് ചെയ്യുക. നന്ദി.